നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30 ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. അതിരപ്പിള്ളിയിൽ മിന്നൽ ചുഴലി, പ്ലാന്റേഷൻ തൊഴിലാളിയുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വെറ്റിലപ്പാറ 14 അതിരപ്പിള്ളി എസ്റ്റേറ്റ് ഓയിൽ പാം ഡിവിഷനിലാണ് സംഭവം. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ വെട്ടിക്കുഴി പുളിക്കുന്നേൽ വീട്ടിൽ ഡെറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30 ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. 2 ബൈക്കുകളും കാറുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്ക് യാത്രക്കാരായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് സലീം, ഭാര്യ സീനത്ത്, വലപ്പാട് സ്വദേശി മുഹമ്മദ് സാബിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതിരപ്പിള്ളിയിൽ മിന്നൽ ചുഴലി, പ്ലാന്റേഷൻ തൊഴിലാളിയുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ വെറ്റിലപ്പാറ 14 അതിരപ്പിള്ളി എസ്റ്റേറ്റ് ഓയിൽ പാം ഡിവിഷനിലാണ് സംഭവം. പ്ലാന്റേഷൻ തൊഴിലാളി സുരേഷ് ലാലിന്റെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത്. സംഭവ സമയത്ത് സുരേഷ് ലാൽ മാത്രമാണ് വീട്ടിലുണ്ടായത്. ആർക്കും പരിക്കില്ല. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ വെട്ടിക്കുഴി പുളിക്കുന്നൽ വീട്ടിൽ 31 വയസ്സുള്ള ഡെറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് പ്രകാരം 2025 ജൂൺ 20 മുതൽ 6 മാസത്തേക്ക് ചാലക്കുടി ഡിവൈഎസ്പിയുടെ മുമ്പാകെ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 11 മണിക്ക് ഹാജരാകുന്നതിന് ഉത്തരവ് നിലനിൽക്കെ ഈ ഉത്തരവ് ലംഘിച്ചതിനാണ് ഡെറിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ അജൽ, GSI ബാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജി സ്റ്റീഫൻ, സനിൽകുമാർ, അലക്സ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പൊയ്യ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അസംഘടിതരായ തൊഴിലാളി വർഗത്തിന് നമുക്ക് ഒരു തൊഴിലാളി സംഘടന രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുത്ത നമ്മുടേതായ ഈ സംഘടന ഇന്ന് കേരളത്തിലെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു തൊഴിലാളി സംഘടനയായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൻ്റെ നേട്ടമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കൊടിക്കീഴിൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഭരണസിരാ കേന്ദ്രങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ നേട്ടമാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൂടെയാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തയ്യൽ തൊഴിലാളികൾക്ക് തനിച്ചായി ക്ഷേമനിധി ബോർഡും അതേപോലെ തന്നെ നമ്മുടെ പരിശ്രമങ്ങളിലൂടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനുദിനം സമരമുഖങ്ങളിലൂടെ കടന്നു ചെന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ വളരെ നാളുകളായി നാം മുന്നോട്ട് വെച്ചിട്ടുള്ള ESIയിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പരസ്പരം നമ്മളെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പല സമരങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്തരായ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അവരെയും ഇവരെയും മാറി മാറി കുറ്റം പറയുന്നതല്ലാതെ നമുക്കെന്താണ് ESIയിൽ എടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അവർ പറയുന്നില്ല. യൂണിറ്റ് പ്രസിഡന്റ് TR രാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTA അംഗങ്ങളായ ഗിരിജ വാമനൻ, ഷാരി രാജീവ് എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി സന്ധ്യ ടൈറ്റസ്, ഷീല ജോസ്, KK യൂസഫ്, TA ഉണ്ണികൃഷ്ണൻ, രേഖ, ദീപ മനോജ്, മിനി എന്നിവർ സംസാരിച്ചു. വിശാഖപട്ടണത്ത് നടന്ന 63ാമത് നാഷണൽ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരള ജൂനിയർ മിക്സഡ് ടീം അംഗങ്ങളായ ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളെയും തൃശൂർ ഡിസ്ട്രിക്ട് റോളർ ഹോക്കി കോച്ചിനെയും അനുമോദിച്ചു. CA അനുവേദ്, KS വൈഗ, MS സുരേഷ് എന്നിവരെയാണ് അനുമോദിച്ചത്. മത്സരത്തിൽ കേരള ടീം വെങ്കല മെഡൽ കരസ്ഥമാക്കി.
ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം TN രാമൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ വിദ്യാർത്ഥി പ്രവർത്തകന്മാരെ ഞാൻ MLA MP ഒക്കെ ആയെങ്കിലും നാസർ അതേപോലെ ആകേണ്ട ആൾ തന്നെയായിരുന്നു. ഞാൻ ഈ കോയക്കണ്ടി കോളേജിൽ മസ്താബി കോളേജിൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയും TMG വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്ത് ഈ രണ്ട് കോളേജിൽ പുതിയ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗവൺമെൻറ്. ഇപ്പോൾ UGCയുടെ നിർദ്ദേശപ്രകാരം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ, പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ മിനിമം എത്ര കോളേജ് വേണം, എത്ര ജില്ല കവർ ചെയ്യണമെന്നൊക്കെ നോംസ് ഉണ്ടായിരുന്നു. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഏകലീയ കോളേജും മസ്താബി കോളേജ്. ഈ രണ്ട് കോളേജുകളെ അവിടെ നിന്ന് മാറ്റിക്കിടന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറി കോട്ടയം ആസ്ഥാനമായ MG യൂണിവേഴ്സിറ്റിക്ക് ആക്കാൻ വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ TMG നിർബന്ധപൂർവ്വമായി തീരുമാനിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന മാളക്കാരനായിരുന്ന K. കരുണാകരൻ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അന്ന് PK രാജൻ ചേട്ടനായിരുന്നു MLA. ഭയങ്കരമായ നിയമസഭയിലൊക്കെ വലിയ പ്രക്ഷുബ്ധമായി. അന്ന് ഭരിക്കുന്നത് കരുണാകരൻ, കോൺഗ്രസ്, UDF. ഞാനന്ന് AIC ജില്ലാ പ്രസിഡന്റ്, പിന്നെ നാസർ AICന്റെ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ്. നമ്മൾ ഒരു കാരണവശാലും ഈ രണ്ട് കോളേജുകൾ മാറ്റും. കൊടുങ്ങല്ലൂരിൽ ഐഡന്റിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. DCC ജനറൽ സെക്രട്ടറി TM നാസർ മുഖ്യാതിഥിയായിരുന്നു. KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, PR സത്യനാഥൻ, സംസ്ഥാന കൗൺസിലർ രാജേന്ദ്ര പ്രസാദ്, PN മോഹനൻ, ഗിരിജ, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം കാളമുറിയിൽ വാഹനാപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30 ദേശീയപാത സർവീസ് റോഡിലായിരുന്നു അപകടം. അതിരപ്പിള്ളിയിൽ മിന്നൽ ചുഴലി, പ്ലാന്റേഷൻ തൊഴിലാളിയുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വെറ്റിലപ്പാറ 14 അതിരപ്പിള്ളി എസ്റ്റേറ്റ് ഓയിൽ പാം ഡിവിഷനിലാണ് സംഭവം. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ വെട്ടിക്കുഴി പുളിക്കുന്നേൽ വീട്ടിൽ ഡെറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.